ഹലോ ഗായ്സ്, ദിസ് ഈസ് മിയർ ബോയ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോയിൽ ഇരിക്കുന്ന ഒരു വൈബ് അല്ലേ, നമുക്ക് എല്ലാം കാണാം. അതെ അതെ. നേരത്തെ ഉള്ള വണ്ടികൾ ഏതൊക്കെയായിരുന്നു ചേട്ടന്? ഒരു ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റേ പറഞ്ഞല്ലോ എന്തുമാത്രം സെന്ന് ഏതൊക്കെ 10 മണിക്കൂർ വേണം. 10 മണിക്കൂർ വേണം. ടാറ്റയുടെ അല്ലല്ലോ. അതെ. എടുക്കാനുള്ള കാര്യം എന്താണ്? കോമറ്റ് ഉണ്ട്, നമുക്കുണ്ട്, ടിയാഗോ ഉണ്ട്. എന്തുകൊണ്ടാണ് നാനോ EV തന്നെ പോകാൻ താല്പര്യം? മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ചൂട് സഹിക്കാനില്ല, മനസ്സിലായോ? അപ്പൊ ഇത് ടോട്ടലി എല്ലാവരും ആഗ്രഹിക്കുന്ന ചോദ്യം, എല്ലാം കൂടെ എത്രയായി ഈ വണ്ടി? ആകെ സോ ഇതുപോലത്തുള്ള യൂസ്ഫുൾ കണ്ടന്റ്സിന് ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ മെയിൻ കണ്ടന്റിലോട്ട് പോവാം ഗൈസ്. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ടാറ്റ നിയോ, അതായത് നിങ്ങൾക്ക് ടാറ്റ നിയോ എന്ന് പറയാൻ പറ്റത്തില്ല, ടാറ്റ നാനോയുടെ EV വെഹിക്കിളിൻ്റെ ഒരു റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്, യൂസർ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിയോയുടെ ഹിസ്റ്ററി നിങ്ങൾക്ക് ഒബ്വിയസ്ലി അറിയായിരിക്കും. എങ്ങനെയാണ് നിയോ എന്ന് പറഞ്ഞ ബാഡ്ജിങ്ങിലോട്ട് ഇത് വന്നതെന്ന് വെച്ചാൽ, നമ്മുടെ JM മോട്ടോഴ്സ് കോയമ്പത്തൂർ ബേസ്ഡ് ഒരു കമ്പനിയാണെങ്കിൽ ടാറ്റയിൽ നിന്ന് കുറച്ച് യൂണിറ്റ്സ് മേടിച്ചിട്ട് അതിനെ ഇലക്ട്രിഫിക്കേഷൻ ചെയ്ത് ഇറക്കിയ ഒരു ബാഡ്ജിങ് ആണ് നിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർവീസ് ഒന്നും ടാറ്റയല്ല നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സർവീസും ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസും എല്ലാം നമുക്കൊരു പുള്ളിക്കാരുടെ നിന്ന് ചോദിക്കാം. അപ്പോൾ 400ഓളം യൂണിറ്റ്സ് മൊത്തത്തിൽ മേടിച്ചിട്ട് 100-ന് താഴെ യൂണിറ്റ്സ് മാത്രമേ നമ്മളെ കേരളത്തിലോട്ട് വന്നിട്ടുള്ളൂ. അതിൽ നിന്നൊരു യൂണിറ്റാണ് ഇത് ഏറ്റവും ടോപ്പ് ട്രിം മോഡൽ. വിശേഷങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പുള്ളിക്കാരനോട് ചോദിക്കാം. അപ്പം പുള്ളിക്കാരൻ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. പേരെങ്ങനെയായിരുന്നു? സാബിർ. അപ്പോൾ ഈ വണ്ടീനെ പറ്റി ചേട്ടന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് എങ്ങനെയാണ് അതിനെപ്പറ്റി അറിഞ്ഞത്? ചേട്ടന് ഇതിന് മൊത്തത്തിൽ ഇൻട്രൊഡക്ഷൻ പറ, എങ്ങനെ ഇതിലോട്ട് എത്തി? ഇത് ഞാൻ യൂട്യൂബിൽ ധാരാളം റിവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ റിവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ഓട്ടോമാറ്റിക് നാനോ ഉണ്ടായിരുന്നു. XTA. അതെ, XTA ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കൊടുത്ത് വേറൊരു ഓട്ടോമാറ്റിക് എടുക്കണമെന്നായിരുന്നു. പക്ഷെ അങ്ങനെ വന്നപ്പോഴാണ് ഈ യൂട്യൂബിൽ ഇതിന്റെ റിവ്യൂസ് ഒക്കെ കണ്ടത്. അപ്പോൾ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം എന്താണ്, ഇക്കോണമിക് ആണ്, നമുക്ക് നേരത്തെ നാനോ ഉള്ളതുകൊണ്ട് അതിലോട് പുഷ് ചെയ്യാൻ കുറച്ച് താല്പര്യം. തീർച്ചയായിട്ടും നാനോ ഓട്ടോമാറ്റിക് ഓടിച്ചവർ പിന്നെ വേറെ കാർ ഓടിക്കുന്നു തോന്നുന്നില്ല, അത്രയും നല്ല കംഫർട്ട് ഉണ്ടോ വണ്ടി? ഭയങ്കര കംഫർട്ടബിൾ ആണല്ലേ. നേരത്തെ ഉള്ള വണ്ടികൾ ഏതൊക്കെയായിരുന്നു ചേട്ടന്? എനിക്ക് ലാൻസറിന്റെ തന്നെ ഡീസൽ, പെട്രോള്, പിന്നെ ആദ്യമായിട്ട് എടുത്തൊരു സെന്നായിരുന്നു. ഫസ്റ്റ് വണ്ടി ആയിരുന്നു. പിന്നെ ഞാൻ ഹോണ്ട സിറ്റിയുടെ ഒരെണ്ണം എടുത്തായിരുന്നു. സിറ്റി ഉണ്ടായിരുന്നു. ഡോൾഫിൻ ആണോ? ഡോൾഫിൻ 2008-2007. നല്ല ലുക്കുള്ള, നല്ല വേറൊരു ലുക്കാണ്, വെറൈറ്റി ലുക്കാണ്. അതെ. അപ്പം കാണാൻ നല്ല ലുക്കുള്ള വണ്ടികൾ നോക്കി ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരുന്നു. കാരണം എനിക്ക് അതിങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോൾ ഉള്ള ഒരു അട്രാക്ഷൻ, അതുകൊണ്ട് എടുത്തു. അപ്പം ഞാൻ ഇതെടുത്തതിൽ പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായത്, നമ്മൾ ഒരിക്കലും ഒരു ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റേ IC എഞ്ചിനുള്ള പെട്രോളോ ഡീസലോ ഓടിക്കാൻ നമുക്ക് ഇഷ്ടം പാടായിരിക്കും. അതല്ല, പാടല്ല, നമുക്ക് ഇഷ്ടം അങ്ങ് പോകും. കാരണം നമുക്ക് ഇതിന്റെ ഒരു കംഫർട്ട് മനസ്സിലാവും. അപ്പൊ ഇത് ഓടിച്ചിട്ടുള്ളവര് പിന്നെ ഇതേ ഓടിക്കുള്ളൂ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഏസറിന്റെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട്. അപ്പോൾ ഞാൻ അതിനുശേഷം മറ്റേ എനിക്കിപ്പോൾ യമഹ RX100, സ്പ്ലെൻഡറൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഞാൻ എടുക്കാറില്ല. കാരണം ഇതിന്റെ ആ ഒരു സുഖം, കംഫർട്ട്, ഇലക്ട്രിക് EV എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു കംഫർട്ട് തന്നെയാണ്. പിന്നെ അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ, EV ഈ നാനോ എടുക്കാനുള്ള കാര്യം എന്താണ്? കോമറ്റ് ഉണ്ട്, നമുക്കുണ്ട്, ടിയാഗോ ഉണ്ട്. എന്തുകൊണ്ടാണ് നാനോ EV തന്നെ പോകാൻ താല്പര്യം? ലൈക്ക് നേരത്തെ ഉള്ളത് കൊണ്ടാണോ, അതോ വേറെ എന്തെങ്കിലും റീസൺസ് ഉണ്ടോ? പ്രൈസ് ആണോ? നാനോ നേരത്തെ ഉണ്ടായിരുന്നുകൊണ്ടാണ്. ഞാൻ ഇടയ്ക്ക് കോമറ്റൊക്കെ പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ 2 ഡോർ അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉള്ളതുകൊണ്ട് 2 ഡോറേ ഉള്ളൂ. പ്രോപ്പറായിട്ട് കയറാനും ഇറങ്ങാനും പാടാണ്. പ്രത്യേകിച്ച് പ്രായമുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ അത് കണക്കാക്കിയിട്ടാണ് ഇതെടുത്തത്. ഇതാകുമ്പോൾ 5 പേർക്ക് സുഖമായിട്ടിരുന്ന് പോവാം. അതെ. ഇതിൻ്റെ ഒരു പ്രോയും ഒരു കോണും പറയും. ഒരു നല്ലൊരു കാര്യം ചേട്ടാ, ഇപ്പം ഇത്രയും പറഞ്ഞ നല്ല കാര്യം, ഇതിലൊരു കോണായിട്ടൊരു ഇതായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ എന്ന് തോന്നിയ എന്തെങ്കിലും കാര്യമുണ്ടോ? ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ നമുക്ക് ലോങ് പോകാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, ഇതിന്റെ ചാർജർ GBT എന്ന് പറയുന്ന ചാർജറാണ്. അതിപ്പോ ഈ മോഡൽ ഇല്ലല്ലോ, അത് KCB മാത്രമേ ഉള്ളൂ. KCB മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ EVgo അങ്ങനത്തെ മാത്രമല്ല, അവരത് ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഫോൾട്ട് ആയിട്ടുള്ള മെഷീൻസ് അവർ റിസ്റ്റോർ ചെയ്യുന്നില്ല. അങ്ങനെ തന്നെ കിടക്കുകയാണ്. അപ്പൊ പുറത്തുനിന്ന് ചാർജ് ചെയ്യണത് കുറച്ച് ബുദ്ധിമുട്ട്. ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ഇതിലൊരു ബുദ്ധിമുട്ടാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സിറ്റിക്ക് സിറ്റിക്ക് ഒരു 100 കിലോമീറ്റർ ഒരു ദിവസം, ഒരു 50-60 കിലോമീറ്റർ, 50 അല്ല, ടു ആൻഡ് ഫ്രോ ഒരു 100 പോകുന്നവർക്ക് നല്ലതാണ്. പ്രത്യേകിച്ച് ഓഫീസ്, സ്കൂൾ അങ്ങനെയൊക്കെ പോകുന്നത്. അതായത് ഇപ്പം ഓഫീസിൽ പോയി കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് ഓഫീസിൽ പോയിട്ട് ഓഫീസിൽ തിരിച്ചു വരുമ്പോൾ കുട്ടികളെ പിക്ക് ചെയ്ത് വരുന്ന സെറ്റപ്പ് ഒക്കെ ആണെങ്കിൽ പക്ക. വീക്കെൻഡ്സിന് ബാക്ക് സ്പേസ് ഒക്കെ എങ്ങനെയാണ്? ബാക്കിൽ ആൾക്കാരെ കയറ്റിയിട്ടുണ്ടോ? ബാക്കിൽ ഫുൾ ലോഡിൽ തന്നെ നമുക്ക്
കയറ്റം വരെ കയറും. കയറ്റം കയറും, വേറെ പ്രശ്നമൊന്നുമില്ല. സ്പോർട്സ് മോഡൊക്കെ ഉള്ളതുകൊണ്ട്. സർവീസ് കോസ്റ്റ് ഒക്കെ എങ്ങനെയാണ്? സർവീസ് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ? സർവീസ് എന്ന് പറയുമ്പോൾ ഇതിന് നമുക്ക് ടാറ്റ സർവീസ് ചെയ്തില്ല, കാരണം ടാറ്റയുടെ അല്ലല്ലോ. അതെ. പിന്നെ നമുക്കുള്ളത് ഇതിന്റെ ഒരു ടെക്നീഷ്യൻ ഉണ്ട്, റോബിൻ എന്ന് പറയുന്നത്. റോബിൻ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ നമ്പർ ചേട്ടനെ ഉണ്ടായിരിക്കും, ഒന്ന് കൊടുത്തേക്കാം ഈ വീഡിയോയിൽ. ഓക്കെ, റോബിൻ പുള്ളിക്കാരനാണ് മെയിൻ ആള്. പുള്ളിയാണ് ഇതിന്റെ സർവീസും പിന്നെ ഇതിന്റെ ആവശ്യമുള്ളവർക്ക് ഇത് എടുത്ത് കൊടുക്കുന്നുണ്ട്. പുള്ളിയാണല്ലോ നോക്കുന്നത്. ഓക്കെ. അപ്പോൾ ആകെ 400 ഇറങ്ങിയതിൽ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, നിയോ ഓണേഴ്സ് ഗ്രൂപ്പ്. ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഒരു 250 പേരുണ്ട്. 250 പേരുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ആകെ ഉള്ള 400-ല് 250 ഇവിടെയാണ് ഓടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. 400 വണ്ടിയിൽ 250 ഗ്രൂപ്പിൽ ആൾക്കാരുണ്ട്. കാരണം തെലുങ്കാന, ഹൈദരാബാദ്, ബാംഗ്ലൂർ, ഈ 2 സ്ഥലങ്ങളിലാണ് ഇവര് മെയിൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഈ റോബിൻ നല്ല പുള്ളിയുടെ പേര്. റോബിൻ തന്നെയാണോ എല്ലാവരും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്? അല്ല, അങ്ങനെയല്ല, നൗഫൽ, അങ്ങനെ കുറച്ച് പേരുണ്ട്. ടെൻഡർ എടുത്ത ആൾക്കാർ, അത് ബാങ്കിൽ നിന്ന് ടെൻഡർ പിടിച്ച ആൾക്കാർ കൊടുക്കുന്ന സെറ്റപ്പാണ്. ഓക്കെ. ഇനി ഇതില് റേഞ്ച് പറഞ്ഞ റേഞ്ച് ഒക്കെ എങ്ങനെയാണ് കിട്ടുന്നത്? റേഞ്ച് ഇതിൽ 164 ആണ്, ഒരു 100% ചാർജ്. ഓക്കെ. അപ്പോൾ അതിൽ നമുക്ക് പ്രാക്ടിക്കൽ റേഞ്ച് എന്ന് പറയുന്നത് ഒരു വിത്തൗട്ട് എ സി ആണെങ്കിൽ ഒരു 150 പ്ലസ് പോകും. 150 പ്ലസ് കിട്ടും. നമ്മളെ ഫുൾ എ സിയിൽ പോകണമെങ്കിൽ ഒരു 130, 140 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. 140 കിട്ടും എന്തായാലും കിട്ടും. ചാർജിങ് എങ്ങനെയാണ്? ഫാസ്റ്റ് ചാർജിങ് ചേട്ടാ ഇപ്പോൾ GB ചാർജിങ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വീട്ടിൽ നിന്നേ പറ്റത്തുള്ളൂ മോസ്റ്റ്ലി അല്ലേ? വീട്ടിലേ പറ്റുള്ളൂ. അപ്പോൾ അത് എത്ര മണിക്കൂർ എടുക്കും? 10 hours. അവര് നമുക്ക് ഡീലേഴ്സ് പറയുന്നത് 6 hours എന്നൊക്കെയാണ്. പക്ഷേ അത് പ്രാക്ടിക്കൽ നമുക്ക്, ഞാൻ ടെസ്റ്റ് ചെയ്താലേ എനിക്ക് മനസ്സിലായത് 10 മണിക്കൂർ വേണം. 10 മണിക്കൂർ വേണം എന്തായാലും. ഞാൻ 20 to 100 ആണ് പറഞ്ഞത്, 10 മണിക്കൂർ. 20 to 100 10 മണിക്കൂർ വേണം. അപ്പോൾ ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഇന്നത്തെ ഡേ ഇന്നത്തേക്ക് വെച്ച് ഇപ്പോൾ ഈ ഒരു വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഉണ്ട്. OLX സെക്കൻഡ്സ് ഓണർ ഇപ്പോൾ ഈ ചേട്ടന് ഇപ്പോൾ ഈ വണ്ടി ഇപ്പോൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേട്ടന് കൊടുക്കാം, ആൾക്കാർക്ക് മേടിക്കാം. അപ്പോൾ രജിസ്ട്രേഷൻ ഇതിപ്പോൾ ഏത് രജിസ്ട്രേഷൻ? കേരള തൃശ്ശൂർ രജിസ്ട്രേഷൻ ആണ്. അപ്പം മറ്റേ NOC അതൊക്കെ എടുത്ത് കേരളത്തിലോട്ട് മാറ്റിയതാണ്. ഓക്കെ. അപ്പോൾ ചേട്ടൻ ഇത് ടോട്ടലി എല്ലാവരും ആഗ്രഹിക്കുന്ന ചോദ്യം, എല്ലാം കൂടെ എത്രയായി ഈ വണ്ടി? ഈ വണ്ടി പുള്ളി 485 ആണ് പറഞ്ഞത്. 485 ബാർഗെയിൻ ചെയ്തില്ല, കാരണം അത്രയ്ക്ക് നല്ല നീറ്റ് വണ്ടി ആയതുകൊണ്ട്. അതെ, ബോഡി കളർ, ബോഡി ക്ലാഡിങ്, മറ്റേ ഞാൻ മിക്ക ഇലക്ട്രിക് വണ്ടി കണ്ടത് ബോഡി ക്ലാഡിങ് അല്ല, മറ്റേ വേറെ കളറാ, ബ്ലാക്കാ വരുന്നത്. അത് വലിയ സുഖമില്ല കാണാൻ ആക്ച്വലി. ഇതിപ്പം ഏത് ടോപ്പ് മോഡലാണോ? ടോപ്പ് അല്ല, ഇവര് ബേസ് മോഡലാണ്. XM എന്ന് പറയുന്ന ഇലക്ട്രിക് ആക്കിയത്. ടേണിംഗ് റേഡിയസ് ഒക്കെ എങ്ങനെയാ? ചെറിയ റോഡിൽ എന്ന് മാത്രമല്ല, നമുക്ക് സിറ്റിയിലെ വളച്ചെടുക്കാൻ നല്ല ഭയങ്കര കംഫർട്ട് ആയിട്ട് എടുക്കാം. കൺവീനിയന്റ് ആണ്. സ്റ്റിയറിംഗ് നല്ല ലൈറ്റ് ആണെന്ന് തോന്നുന്നു. നല്ല ഒറ്റ വിരൽ. ഞാൻ നേരത്തെ കുറച്ച് നോക്കിയല്ലോ. ഇതിപ്പോ ചാർജ് ഇപ്പൊ എങ്ങനെയാ കിടക്കുന്നേ? ചാർജ് ഇത് 94%. ക്ലെയിംഡ് റേഞ്ച് വന്നേക്കുന്നത് എത്രയാണ്? 155. അപ്പൊ 155 കിട്ടുമോ? എങ്ങനെയാണ്? 155 അല്ലെങ്കിലും ഒരു 145 ഒക്കെ നോക്കാം. 145 എന്തായാലും കിട്ടും. അതെ. ഓക്കെ. ഇതിന്റെ ഗിയർ ബോക്സിന്റെ കാര്യങ്ങളൊക്കെ സാധാരണ നമ്മൾ XTA നാനോ സെയിം ആണ് അല്ലേ? സ്പോർട്സ് മോഡ്, മാനുവൽ. നമ്മൾ പെട്രോൾ ഓടിക്കും പോലെ നമുക്ക് ഓടിച്ചു പോകാൻ പറ്റും മാനുവൽ ഒക്കെ ഇട്ടാ. മാത്രമല്ല ഇതിന് ടോർക്ക് പെട്രോളിന്റെക്കാളും കൂടുതലാണ്. അത് 51 ആണെങ്കിൽ ഇത് 68 ആണ്. ഓക്കെ. അപ്പൊ ഇനിഷ്യൽ ടോർക്ക് അങ്ങ് ഭയങ്കര കൂടുതലാണ്. മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 80 ആണ്. അത് നമുക്ക് 80-ലൊന്നും നമ്മൾ ബൈപ്പാസിൽ കൂടെ ആണെങ്കിൽ 80 പോകുമായിരിക്കും അല്ലേ? അതെ. ഇതിപ്പം സിറ്റി ഹൈവേ പിടിച്ച് പോകേണ്ട കാര്യമില്ലല്ലോ. ഈ വണ്ടി ജസ്റ്റ് ചന്തയ്ക്ക് നമുക്ക് പോയിട്ട് വരണ സെറ്റപ്പ് അല്ലേ? അതെ. അതൊന്നും മാത്രമല്ല, നമുക്ക് ഏത് കാറിന് ഏത് വണ്ടിയും ഓവർടേക്ക് ചെയ്യാൻ സ്പോർട്സ് മോഡലും ഇട്ട് കൊടുത്താൽ മതി. കയറ്റം വേണോ കയറാം, പിന്നെ ഫുൾ 5 പേരോ ആയിട്ട് നമുക്ക് ഇത് കയറാൻ പറ്റും. 5 പേരായിട്ട് കയറി നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ട്. അതായത് ഒരു പെട്രോൾ കാറിന്റെ അതേ യൂട്ടിലിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു അതേ സെറ്റപ്പ് ഉണ്ട്. പിന്നെ സസ്പെൻഷൻ ഒക്കെ എങ്ങനെയാണ്? സസ്പെൻഷൻ മോശമല്ല, കുഴപ്പമില്ല, നല്ല സസ്പെൻഷൻ ആണ്. ഇപ്പൊ തന്നെ എനിക്ക് ഒരു ഓട്ടോയിൽ ഇരിക്കുന്ന ഒരു വൈബ് അല്ലേ? നമുക്ക് എല്ലാം കാണാം. ഒരു മറവില്ല. നമുക്കിപ്പോ ഇടത്തെ സൈഡ് തട്ടുവോ ഫ്രണ്ട് തട്ടുവോ ഒന്നൊരു പേടിയേ ഇല്ല. എനിക്ക് തന്നെ ഇപ്പം ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ടൈറ്റ് കോർണർ ഒക്കെ ആവുമ്പം 2 വണ്ടി ഇങ്ങനെ ചെറിയ റോഡ് വഴിയൊക്കെ എടുത്തോണ്ട് പോകുമ്പോൾ എനിക്കൊരു പേടിയാണ്, ഇടത് ഭാഗം തട്ടുവോ വലത് ഭാഗം തട്ടുവോ. പക്ഷെ ഇതിലിപ്പോ അങ്ങനെ ഒരു സാധനം എനിക്ക് തോന്നുന്നതേ ഇല്ല. പ്രാക്ടീസ് ചെയ്യാൻ ടോയ് കാർ പോലെ. പിന്നെ ഈ വെള്ള കളർ ഭയങ്കര ഭംഗിയുണ്ട് ആക്ച്വലി. ഐഡിയലായിട്ട്
കിടക്കുമ്പോൾ കുറച്ച് ഡിസ്ചാർജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ ഡെയിലി ഒരു 2 to 3% ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ. വേണ്ടത് പക്ഷെ നമ്മള് ഷെഡിലിട്ടിരുന്നാൽ മതി. ഓ ഷെഡിൽ. ചേട്ടന് ദിവസം എത്ര കിലോമീറ്റർ ഓട്ടം കാണും? 20 ഒക്കെയാണ് ആവറേജ് ഓടുന്നത് ദിവസം. വീക്കിലി ഞാൻ ഉണ്ടല്ലോ അവിടെ കണിയാവരുത്ത് പോകാറുണ്ട്, നേറ്റീവ് പ്ലേസിൽ പോകാറുണ്ട്. അപ്പോൾ അതിനൊരു നമുക്ക് എന്താ പറയുക ഒരു 40 കിലോമീറ്റർ. ഒരു MG കോമറ്റ് കിടക്കും. 40 കിലോമീറ്റേഴ്സ് വീക്കെൻഡ്. വീക്കെൻഡ്. ഓക്കെ. അപ്പം കൊള്ളാല്ലേ? വളരെ ഭയങ്കര. എനിക്ക് ഇരിക്കുമ്പോൾ ഞാൻ പണ്ടൊരു നാനോ, എൻ്റെ ഫ്രണ്ടിന് നാനോ ഉണ്ട്. അപ്പൊ അത് ഇരിക്കുമ്പോൾ നമുക്കൊരു എന്താണ് ഒരു ഡീസൽ ഓട്ടോയിലൊക്കെ ഇരിക്കത്തില്ലേ, ഒരു റിഫൈൻമെന്റ് കുറവാണ്. പക്ഷെ ഇത് ഭയങ്കര സ്മൂത്ത്, ഭയങ്കര സ്മൂത്ത്. സ്റ്റിയറിംഗും നല്ല സ്മൂത്ത് ഉണ്ട്. സ്റ്റിയറിംഗ് അവർ ഈ ഒരു EV വണ്ടി ആണെങ്കിലും ടാറ്റക്കാര് സ്റ്റിയറിംഗ് നമ്മുടെ നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിയറിംഗ് ആണ് തന്നേക്കണം. ചെറിയ ആപ്പ സെറ്റപ്പ് അല്ല. വീലിന്റെ സൈസ് ചെറുതാണ് അല്ലേ? പക്ഷേ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ആവശ്യത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ലാൻസർ ഉണ്ടല്ലോ, ലാൻസർ നമ്മൾ പോയി കഴിഞ്ഞാൽ പലയിടത്തും തട്ടും. ലാൻസർ പോലത്തുള്ള സെഡാനിലൊക്കെ ഉറപ്പല്ലേ? ഇതിനങ്ങനെ പ്രശ്നമില്ല. ഇല്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഇത് മറ്റേ ഓട്ടോമാറ്റിക് നാനോ കൊടുത്തിട്ട് ഒരു റെഡിഗോ എടുത്തായിരുന്നു. അതിന് 20+ മൈലേജ് ഉണ്ട്, നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. പക്ഷെ ഒരു സുഖമില്ല അല്ലേ? ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇത് അതുകൊണ്ടാണ് ഇത് സ്റ്റോപ്പ് ചെയ്തെന്നാണ് മനസ്സിലാവുന്നത്. കാരണം അതിന്റെ ഒരു എന്താ പറയുക ടെസ്റ്റ് ഉണ്ടല്ലോ അതിന്റെ NCAP, ഗ്ലോബൽ NCAP, അതൊക്കെ അത് പരാജയമായത് എന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ബ്രേക്കിംഗ് ABS അല്ല, ഡിസ്ക് ആണെന്ന് തോന്നുന്നു, ഡ്രം ആണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ഒരു അങ്ങനെ ആ 2 കാര്യങ്ങൾ കൊണ്ടാണ് നാനോ അങ്ങ് നിർത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ച് വീണ്ടും ടാറ്റയ്ക്ക് ഇറക്കാൻ പറ്റും. പക്ഷെ അവർ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം നല്ല പോപ്പുലാരിറ്റി നല്ല EV ഇൻവെസ്റ്ററിൽ കിട്ടും. പെട്രോളിന് മൈലേജ് ഒക്കെ ഷോകമാണ്. പക്ഷെ സീൻ എന്തെന്ന് വെച്ചാലേ അന്ന് മാർക്കറ്റ് ചെയ്തതിൽ ചീപ്പ് എന്നൊരു വേർഡ് യൂസ്, നമ്മളെ മലയാളികളെയൊക്കെ സംബന്ധിച്ച് ചീപ്പ് എന്ന് ഉദ്ദേശിക്കുമ്പം അവൻ ചീപ്പ് സെറ്റപ്പാണ്, മനസ്സിലായ? അതുകൊണ്ടാണ് ഈ വണ്ടി കുറെയൊക്കെ പരാജയപ്പെട്ടു പോയത്. ആക്ച്വലി ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും ഇറ്റ്സ് എ ചീപ്പ് കാർ എന്ന് പറഞ്ഞപ്പം ക്വാളിറ്റി ചീപ്പായിരിക്കും. അതാ ഒരു നാനോ അടക്കണേ. ക്വാളിറ്റി ചീപ്പാണോ, പെർഫോമൻസ് ചീപ്പ് ക്വാളിറ്റി ആയിരിക്കും. അങ്ങനെ മൊത്തത്തില് ആ ഒരു വേർഡ് കാരണമാണ് ഈ വണ്ടിയുടെ മാർക്കറ്റിംഗ് കുറെ ഡിസ്റ്റർബൻസ് ആയിരുന്നു. പിന്നെ ലോങ് എത്രയും ദൂരമാണ് അവിടെ പോയിട്ടുള്ളത്? മാക്സിമം ഞാൻ പോയിട്ടുള്ളത് വെഞ്ഞാറമൂട്, ആറ്റിങ്ങൽ, അവിടെ പോയിട്ടുള്ളൂ. പോയിട്ടില്ല. അതായത് ഒരു എത്ര കിലോമീറ്റർ പോയി കാണും ഇവിടെ? വെഞ്ഞാറമൂട് 26 ഒരു 60 അതൊക്കെ പോയിട്ടുള്ളൂ. അപ്പൊ ഓട്ടം ചേട്ടന് കുറവാണ് മൊത്തത്തില്. അതെ അതെ. ഞാനേ ഇതുണ്ടല്ലോ, നമുക്കിപ്പോ ഇത് ദൂരെ പോകാനുള്ള പ്രശ്നം എന്ന് വെച്ചാല് ചാർജ് നമുക്ക് ഇത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഒരു ആൻസൈറ്റി, വഴിയിലാകുമോ എന്നുള്ളൊരു പേടിയാണ്. അല്ലാണ്ട് വഴിയിലായിട്ടില്ലല്ലോ ഇതുവരെ. ഇപ്പൊ എപ്പോഴാണ് എടുത്ത ചേട്ടൻ? ഇത് ജാനുവരിയിലാണ് ഈ വർഷം, 2024. ഈ വർഷം എടുത്തേ ഉള്ളൂ. 5-6 മാസം ആവത്തേ ഉള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ. 5 മാസം. പുള്ളി തൃശ്ശൂർ രജിസ്ട്രേഷനിൽ മാറ്റിയിട്ട് അധികം ഉപയോഗിച്ചിട്ടില്ല. മൊത്തത്തിൽ എത്ര കിലോമീറ്റർ ഓടിയപ്പോഴാണ് ചേട്ടാ എടുത്തത്? 3500 ഒക്കെ ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം നോക്കിയാൽ 5600 ആയിട്ടുള്ളൂ. ശരിയാ. അപ്പൊ അധികം ഓട്ടമില്ല. മനസ്സിലായി. മാസം ഒരു 500. മാസം 500. ഈ ഇലക്ട്രിക് വണ്ടി ദിവസം ഓട്ടിക്കണോന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതാണ് നല്ലത്. ബാറ്ററിക്ക് നല്ലതാണ്. പക്ഷെ ദിവസം എത്ര ഓടിയാലും കുഴപ്പമില്ല, കുറച്ചെങ്കിലും ഓടണം ദിവസം, അല്ലെങ്കിൽ ബാറ്ററിക്ക് സീനാണ്. മാത്രല്ല നമ്മള് കഴിയുന്നതും തണുപ്പത്തൊക്കെ തണലുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്യണം. അങ്ങനെ പറയുന്നത് ബാറ്ററി ലൈഫിന് വേണ്ടി. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, ഞാൻ ഒരു ദിവസം നല്ല വെയിലുള്ള സമയത്ത് വെളിയിലിട്ടുണ്ട്. എന്നിട്ട് വീടിന്റെ വെളിയിൽ ഡയറക്റ്റ് എടുത്ത് ചാർജ് ചെയ്തു. ചാർജ് ആകുന്നില്ല. അപ്പൊ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഓൺ ചെയ്തപ്പോൾ ചാർജ് ആയി. അതായത് നമ്മള് ബാറ്ററി കഴിവതും കൂളായിട്ട് സൂക്ഷിക്കുക. അപ്പൊ അതുവരെ തന്നെ ഓട്ടോ കട്ട് ഓഫിന് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ ചാർജ് കയറാൻ പാടില്ല എന്നൊരു സെറ്റപ്പ്. അത് നല്ല ഫീച്ചർ അല്ലേ? അതെ. സ്പെയർസിനെ പറ്റി എന്താണ് അഭിപ്രായം? എന്തെങ്കിലും നോർമൽ മെക്കാനിക്കൽ എല്ലാം നാനോയുടെ തന്നെയാണ്. പിന്നെ മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ മൊത്തത്തിലുള്ള ഹാർഡ്വെയർ പുറത്തുള്ള നാനോയുടെ തന്നെയാണ്. പിന്നെ നമുക്ക് ഇത് നമുക്ക് സർവീസ് എന്ന് പറയുന്ന ഒരു കമ്പനി സർവീസ് ഇല്ല. ഈ നാനോ ടാറ്റക്കാരിപ്പോ നോക്കത്തില്ല ഈ വണ്ടി ഇപ്പം. അപ്പൊ പിന്നെ എങ്ങനെയാ ഇത് ചെയ്യുന്നത്? അപ്പൊ നമുക്ക് ടയർ അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് സാധാ വർക്ക്ഷോപ്പിൽ കൊടുക്കാം. ടയറൊക്കെ സാധാ വർക്ക്ഷോപ്പിൽ കൊടുക്കാം.
അപ്പൊ അല്ലാണ്ടുള്ള പരിപാടികളൊക്കെ ഇപ്പം എക്സാമ്പിൾ എന്താണ് അകത്തുള്ള പരിപാടികൾ ഇപ്പം ബാറ്ററി ഡെഡ് ആവണം അങ്ങനത്തെ കാര്യങ്ങൾ മോട്ടറിന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിന്റെ ടെക്നീഷ്യൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ റോബിൻ എന്ന് പറഞ്ഞൊരു ടെക്നീഷ്യൻ ഉണ്ട്. പുള്ളിയാണ് ഇതിന്റെ മെയിൻ ആയിട്ട് A to Z നോക്കുന്നത് അല്ലേ? പുള്ളി തൃശ്ശൂരുള്ള ആളാണ്. ഓക്കെ. അപ്പൊ പുള്ളി നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നപ്പോ ഡെഡ് ആയി പോയാലും നമുക്ക് ഗ്രൂപ്പ് ഉണ്ട് നിയോ ഓണേഴ്സ് ഗ്രൂപ്പ്. അതിലാണ് ചേട്ടൻ നമ്പർ തൂക്കിയത്. അതെ, അപ്പൊ അതില് നമുക്ക് റിപ്പോർട്ട് ചെയ്താൽ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ നല്ലൊരു വലിയ കമ്മ്യൂണിറ്റി ആണല്ലേ? എത്ര പേരുള്ള കമ്മ്യൂണിറ്റി? അത് 250 പേരുണ്ടോ? മലയാളികള്? എന്റെ അമ്മോ, മൊത്തത്തിൽ 400 യൂണിറ്റിൽ 250 വണ്ടി ഇവിടെ തന്നെയാണ്. അപ്പൊ ഇതില് നമ്മള് വാങ്ങിയിട്ട് വിറ്റവരൊക്കെ കാണും, ഗ്രൂപ്പിൽ തന്നെ ഉള്ളവരല്ലേ. മനസ്സിലായി. അപ്പൊ എങ്ങനെയാണ് ഗ്രൂപ്പ് വലുതായത്? എനിക്ക് ചെറിയൊരു മൈൻഡ് ഉണ്ട് ആക്ച്വലി, ഒരു EV നാനോ. എനിക്ക് ചെറിയൊരു ആഗ്രഹമുള്ള ഒരു വണ്ടിയാണ്. തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ്. കാരണം എന്താ പറയാ, നമുക്ക് സ്പേസ് ഉണ്ട് ആക്ച്വലി. പുറമേ നിന്ന് കാണുമ്പോൾ നമ്മൾ അത്ര തോന്നിക്കൂലെങ്കിലും അകത്തൊരു വാഗണാറിന്റെ ഹെഡ് സ്പേസ്, മൊത്തത്തിലൊരു സ്പേസ് ഉണ്ട് വണ്ടിക്ക്. ആവശ്യത്തിന് സ്പേസ് ഉണ്ട്. കോമ്പറ്റിനെക്കാളും സ്പേസ് ഉണ്ടെന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക് കേട്ടോ. നല്ല സ്പേസിനെക്കാളും ഒരു ക്ലസ്റ്റർഫോബിക് വൈബ് ഇല്ല നമുക്ക്. പില്ലറും നമുക്ക് ഇവിടുത്തെ ആ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഒന്നും വരുന്നതേ ഇല്ല. നമുക്ക് മൊത്തവും കാണാൻ പറ്റും കണ്ണിൽ തന്നെ. മാത്രമല്ല നമുക്കിത് ഓടിക്കാനേ നല്ല കംഫർട്ടാണ്. ഒരു ടോയ് കാർ ഓടിക്കുമ്പോൾ നമുക്ക് ഒന്നിനെ കുറിച്ച് പേടിക്കണ്ട. മനസ്സിലായി. പിന്നെ എവിടെയും കൊണ്ട് പാർക്ക് ചെയ്യാം, നമുക്ക് ഏത് വഴി കൂടെ പോകും. ഭയങ്കര മാനൂവർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പൊ ഈ ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുന്നത് GBT ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഈ സേഫ്റ്റി കൺസേൺ, അതായത് ഇതിന്റെ ബോഡി മറ്റേ സേഫ്റ്റിയുടെ ഒരു ഇഷ്യൂ ഉണ്ട്. അത് പക്ഷെ നമ്മൾ അത്രയ്ക്ക് സ്പീഡ് ഇല്ലല്ലോ, 80 km/h മാക്സിമം സ്പീഡാണ്. അതിപ്പോ നാനോ എടുത്താലുള്ള സേഫ്റ്റി കൺസേൺ തന്നെയാണ് ഇതിലുള്ളത്. ഓക്കെ. അപ്പൊ പിന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് നാനോ എടുക്കണേക്കാളും ദിവസവും അപ്പം ചേട്ടൻ ആർക്കൊക്കെ ഇത് റെക്കമെൻഡ് ചെയ്യും? അതാണ് എന്റെ ചോദ്യം. ഞാൻ ഓഫീസിൽ പോകുന്നവർക്ക്, അതുപോലെ തന്നെ കുട്ടികളാണെങ്കിൽ കോളേജിൽ പോകുന്നവർക്ക്, അവർക്കൊക്കെ യൂസ് ചെയ്യാം. ലേഡീസിന് ഓടിച്ച് പഠിക്കാൻ ബിഗിനർ ഫ്രണ്ട്ലി ആണോ? പവർ എങ്ങനെ? ഭയങ്കര പവർ ആണോ? മോഡറേറ്റ്. പിന്നെ നമുക്ക് ഇതുണ്ടല്ലോ ഡ്രൈവിംഗ് പഠിക്കാൻ ചിലപ്പോൾ പേടിയുള്ളവരൊക്കെ ഉണ്ട്. അവർക്ക് ഇത് എനിക്ക് തോന്നുന്നത് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും തോന്നുന്നു അല്ലേ? ശരിയാ. പിന്നെ ചാർജിങ് ഒക്കെ എങ്ങനെയാണ്? എത്ര യൂണിറ്റ് കറണ്ട് ആവും? അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 150 റുപ്പീസിന്റെ കറണ്ടാണ്. 150 രൂപ കറണ്ട് ആണ് ഒരു ഫുൾ ചാർജ്. അതായത് നമ്മൾ 150 രൂപയ്ക്ക് ചാർജ്, അതായത് 1 കിലോമീറ്ററിന് 1 രൂപ. ആ സെറ്റപ്പ് ആണല്ലേ? അത് മാത്രമല്ല, ഞാൻ ബില്ല് റീസെന്റ് വന്നായിരുന്നു. ഒരു 750 to 800 പെർ മന്ത് ആകുന്നത് എന്റെ ഓട്ടം വെച്ച്. മൊത്തത്തില് അത്രേ ആവത്തുള്ളൂ അല്ലേ? അതായത് ഞാൻ 1000 പെർ മന്ത് ഓടിയിട്ടുണ്ടെങ്കിലും 800 അല്ലെങ്കിൽ 850 ആ റേഞ്ചിൽ വരുന്നുള്ളൂ. അപ്പം വലിയ എമൗണ്ട് ആവത്തില്ല. ഇപ്പൊ നമ്മളൊരു നെക്സോൺ എടുത്തു കഴിഞ്ഞാൽ നല്ല ബില്ല് വരും. ശരിയാ. അവർക്ക് ഈ സോളാർ പാനൽ വെച്ചാല് അവർക്ക് ഒരു ചേട്ടൻ സോളാർ ഉണ്ടാവുക ഇല്ല. വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നതല്ല. അപ്പൊ വയ്ക്കാൻ ഒരു പ്ലാൻ ഉണ്ടോ? ഏത്തർ ഉണ്ടെന്ന് പറഞ്ഞു നേരത്തെ. ഉണ്ട്, കാരണം ഈ 2 EV ഉള്ളുണ്ട്. സോളാർ ആണെങ്കിൽ നമുക്ക് നോ കോസ്റ്റ് നമുക്ക് ഓടിക്കാം. മാത്രമല്ല എനിക്ക് ഇതുപോലത്തെ ഒരെണ്ണം കൂടി എടുക്കണമെന്നുണ്ട്. കാരണം അത്രയ്ക്ക് ഒരു ചേട്ടൻ അതിനോടുള്ള ഒരു ഇഷ്ടമുണ്ടല്ലേ? വളരെ നല്ലൊരു കാറായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. 3 കാറുകൾ ഓടിച്ചിട്ടുണ്ട്, ലാൻസർ അത് ഇതെല്ലാം ഓടിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ ചേട്ടൻ തന്നെ പറഞ്ഞല്ലോ എന്തുമാത്രം കാറുകളായി. സെന്ന് ഏതൊക്കെ? സെന്ന്, ലാൻസർ, സിറ്റി, റെഡിഗോ, ഇത്രയും വണ്ടി ഓടിച്ചിട്ടും ചേട്ടൻ ഇതാണ് കൂടുതൽ കംഫർട്ടബിൾ അല്ലേ? ഞാനിപ്പോ കൂടുതൽ ഇത് എടുക്കും. മറ്റേ പെട്രോൾ പമ്പ് വണ്ടി വെറുതെ കിടക്കുക ആണല്ലേ? പലപ്പോഴും ബാറ്ററി ഡൗൺ ആയി പോകുന്നത്. ഏത് വണ്ടി അത്? റെഡിഗോ. റെഡിഗോന് ചൂട് സഹിക്കണില്ല, മനസ്സിലായ? അപ്പൊ ഈ 2 വീലറിലൊക്കെ എങ്ങനെ പോകണമെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മ. ഞാൻ ഇപ്പൊ 2 വീലറിലാണ് വന്നത്. ഉള്ളവരൊക്കെ എനിക്ക് തോന്നുന്നു ഇത് ലോൺ എടുത്തിട്ടായാലും മുതലാവും അവർക്ക്. തീർച്ചയായിട്ടും. ഇത് ദിവസവും ഒരാഴ്ച പെട്രോൾ ഓടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഇത് ഒരു മാസത്തെ EMI അടച്ചൂടെ? തീർച്ചയായിട്ടും അത്രയാണ് ചെയ്യാൻ പറ്റും. യമഹ RX-ലെ ഞാൻ ഇപ്പോഴും ഉണ്ടോ? അപ്പൊ ഇതില് ഞാൻ പെർ വീക്ക് 500 വേണം പെട്രോളിന്. പെർ വീക്ക് വേണം. മനസ്സിലായി. അതപേക്ഷിച്ച് നോക്കുമ്പോ എനിക്ക് ഇതാണ് ലാഭം. പാട്ട് കേൾക്കാം, AC ഇടാം, വെയിലടിക്കണ്ട, മഴ 150 രൂപയാവുള്ളൂ. 150 രൂപയാവത്തുള്ളൂ. മനസ്സിലായി. ബാറ്ററിയുടെ കേസൊക്കെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എത്ര ആവും? ബാറ്ററി നമ്മൾ ഫുൾ മാറണ്ട. അതായത് സെല്ല് ഇവർക്ക് സ്കാനർ ഉണ്ട്. സ്കാനർ വെച്ച് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് കുറെ പേർക്കുള്ള ഡൗട്ട് എന്തെന്ന് വെച്ചാൽ ഈ ഇലക്ട്രിക് വണ്ടികളുടെ സംഭവം എന്ന് വെച്ചാൽ
ബാറ്ററി ഇഷ്യൂ വന്നാൽ ബാറ്ററി മൊത്തം മാറണമെന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഞാൻ ഈ ഇടയ്ക്ക് കുറച്ച് അന്വേഷിച്ചു, ഈ EV ഫീൽഡ് ഞാൻ കുറച്ച് അന്വേഷിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലായത് ഒരു 4 സെല്ല് റോ ആണ്. ഒരു ഒറ്റ റോ ആയി അടിച്ചു പോകത്തുള്ളൂ, അല്ലെങ്കിൽ അത് അത്രേ പോകത്തുള്ളൂ. അത് ഒന്ന് മാറ്റം 2000 എന്തേ ഉള്ളൂ. അപ്പൊ 8,000 രൂപയൊക്കെ ആവത്തുള്ളൂ ഒരു സീരീസിന്. അപ്പൊ അത് വലിയ എമൗണ്ട് അല്ല. ചിലർ വിചാരിക്കും 2 ലക്ഷം രൂപയാവും എന്നൊക്കെ. അത്രയൊന്നും ആവത്തില്ല. ചേട്ടാ അപ്പൊ ഇത് എത്രയൊക്കെയാ എടുത്തേ? ഞാൻ 485. അപ്പൊ ഇതിന്റെ ഒരു മാർക്കറ്റ് റേറ്റ് എങ്ങനെയാണ്? ഇപ്പൊ എത്ര തൊട്ട് എത്ര വരെയാണ് ഇപ്പൊ ഇത് ഈ OLX-ല് OLX-ലുണ്ട്. മിനിമം ഞാൻ കണ്ടത് 425 കേരള രജിസ്ട്രേഷൻ. കേരള എല്ലാം കഴിഞ്ഞു, NOC അത് എല്ലാം രജിസ്ട്രേഷൻ മാറി. ബാർഗൻ ചെയ്താൽ 4 കിട്ടും. കാരണം ഈ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നവരാണ് ഇത് വിൽക്കുന്നത്. അല്ലാത്തവരിത് വിൽക്കത്തേ ഇല്ല. ചേട്ടൻ സ്ഥലം എവിടെയായിരുന്നു? തിരുവനന്തപുരത്താണ്. ഞാനിപ്പോ താമസിക്കുന്നത് പട്ടത്താണ്. പക്ഷെ എന്റെ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് കണിയാപുരം. അപ്പൊ ഈ വണ്ടി എടുത്തിട്ട് ഇപ്പൊ 6 മാസമായി. അപ്പൊ ചേട്ടന് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വേറെ പ്രശ്നം? തീർച്ചയായിട്ടും ഞാനത് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല, നമുക്ക് ഒരു ബൈക്കില് ഇങ്ങനെ വെയിൽ കൊണ്ട് പോകുന്നതിനേക്കാളും അല്ലെങ്കിൽ പെട്രോൾ അടിച്ച് പോക്കറ്റ് കാലിയാക്കുന്നതിനേക്കാളും ഒക്കെ നല്ലത് ഇതാണ്. ഞാൻ ഒത്തിരി പെട്രോൾ വണ്ടി ഓടിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയി തോന്നുന്നത് ഇതാണ്. ഞാൻ ഇപ്പൊ ഇത്ര ഓടിച്ചപ്പോ എനിക്ക് ഭയങ്കര അങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ തന്നെ ഇപ്പൊ ഒരു റിറ്റ്സ് എടുത്ത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അതിന്റെ കൂടെ ഇതും കൂടെ എടുത്ത് വെച്ചാലോ എന്ന് ഞാൻ എന്ത് ഭയങ്കര സ്റ്റിയറിംഗ് ആയാലും വണ്ടിയുടെ ഒരു ഭയങ്കര റിഫൈൻമെന്റ്, ഒരു രക്ഷയില്ല. ഒന്നും പറയാനില്ല ഗൈസ്. അത് മാത്രമല്ല, നമ്മുടെ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ ഇതിന്റെ സർവീസ് എന്ന് പറയുന്ന കമ്പനി ചെയ്യത്തില്ല. റോബിൻ എന്ന് പറയുന്ന പുള്ളിക്കാരനും ചെയ്യുന്നത്. പുള്ളിക്കാരൻ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാലോ, കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇനി വണ്ടികൾ ഉണ്ടല്ലോ. അപ്പം OLX-ൽ സെക്കൻഡ്സ് ആൾക്കാർ വിൽക്കുന്നുണ്ട്. തേർഡ് ഓണർ എത്രയായാലും റേറ്റ് കുറയത്തില്ല. ഏതാണ്ട് ഒരേ റേറ്റ് തന്നെ ആയിരിക്കും. 4 നിങ്ങളൊരു എസ്റ്റിമേഷൻ 380, 4.5 ആ റേറ്റ് ഒക്കെ ആയിരിക്കുമല്ലോ. 380, 4.5. പിന്നെ നിങ്ങൾ ബാർഗൈനിങ് സ്കിൽസ് പോലെ ഇരിക്കും. അപ്പം ഈ വീഡിയോ ചെയ്യാൻ ചേട്ടൻ സഹായിച്ചത് വളരെ നന്ദി. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. ഇതുപോലത്തെ കണ്ടന്റ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കണ്ടന്റുമായി ഞാൻ വരുന്നത് വരെ ദിസ് ഇസ് മിയർ ബോയ് സൈനിങ് ഔട്ട് ഗൈസ്.